അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്ന ഏറെ നിർണായകമായ വാർത്തയോടെയാണ് ഇന്നത്തെ വാർത്താ ദിനം നമ്മൾ തുടങ്ങുന്നത്. അഹമ്മദാബാദ് വിമാന അപകട കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആയത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തിനാണ് ഓഫ് ആക്കിയത് എന്ന് പൈലറ്റ് ചോദിക്കുന്നതായി ശബ്ദം. താൻ ഓഫ് ആക്കിയിട്ടില്ലെന്ന് സഹ പൈലറ്റ് മറുപടി നൽകുന്നുണ്ട്. ഇരുവരുടെയും ശബ്ദം കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിൽ വ്യക്തമാണ്. ഏറെ ദുരൂഹത ഉണർത്തുന്ന റിപ്പോർട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ എഞ്ചിനുകൾ രണ്ടും എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ചുള്ള ദുരൂഹതയാണ് ഏറുന്നത്. പ്രത്യേകിച്ച് ഇത് കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാമിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇത് പറന്നുയർന്നതിന് ശേഷമാണ് അതായത് വേഗമെടുത്ത് പറന്നുയർന്നതിന് ശേഷം ഒരു പ്രത്യേക ഉയരത്തിലെത്തുമ്പോൾ, ഏതാണ്ട് 600 അടി ഉയരത്തിലെത്തുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ രണ്ട് എഞ്ചിനുകളും, അതായത് ഈ രണ്ട് എഞ്ചിനുകളിലേക്കും ഇന്ധനം നൽകുന്നത് നിയന്ത്രിക്കുന്ന സ്വിച്ചുകളാണ്. ആ രണ്ട് സ്വിച്ചുകളും റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുന്നു. രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം അത് ഏറെ നിർണായകമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. കോ പൈലറ്റാണ് ഈ വിമാനം പറത്തിയത്. അപ്പോൾ പ്രധാന പൈലറ്റ് ഇത് മോണിറ്റർ ചെയ്യുകയായിരുന്നു. അപ്പോൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ഇത് ചെയ്തത് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആരാണ് അത് ചെയ്തത്? സാധാരണ വിമാനത്തിലെ വൈദ്യുതി സംവിധാനം അല്ലെങ്കിൽ എഞ്ചിൻ സംവിധാനം പാടെ തകരാറിലാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ റാറ്റ് പ്രവർത്തിപ്പിക്കുന്നത്. ആ റാറ്റ് വലിയ മുരൾച്ചയോടുകൂടി ആ വിമാനം പോകുമ്പോൾ ആ റാറ്റിന്റെ ശബ്ദം അന്ന് തന്നെ പുറത്ത് കേട്ടതാണ്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴും മറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴും ഇപ്പോൾ ആ റാറ്റ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ആ വിമാനം ഉയർന്നു പൊങ്ങിയതിനു ശേഷം, അതായത് റൺവേയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയതിനു ശേഷം ആ വിമാനം നോക്കുമ്പോൾ അവിടെ റാറ്റ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഈ റാറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത്. അപ്പോൾ എയർ ഇന്ത്യ വിമാന അപകടം, അതായത് അഹമ്മദാബാദിൽ നടന്ന ഈ ഒരു വിമാന അപകടം നടന്നിട്ട് ഇന്നേക്ക് കൃത്യം 1 മാസം പൂർത്തിയായിരിക്കുകയാണ്. ഈ 1 മാസമായിട്ടും എന്താണ് അപകട കാരണം എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ. ഇന്ത്യയിലെ ഏവിയേഷൻ വിദഗ്ധരും അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സംഘവും ബ്രിട്ടനിലെയും അമേരിക്കയിലെയും ഏവിയേഷൻ അന്വേഷണ സംഘവും ഒക്കെ പരസ്പരം സഹകരിച്ചും ഭിന്നിച്ചും ഒക്കെ അന്വേഷണം നടത്തിയിട്ട് പോലും കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്തിയിരുന്നില്ല. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചപ്പോൾ പോലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ, അതായത് ആശങ്കയോടുകൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ കാണുകയുണ്ടായി. ലോകമെമ്പാടുമുള്ളവർ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് 1 മാസമായിട്ടും കിട്ടാത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തു വന്നത്. അതായത് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ ഒരു അപകട കാരണം കണ്ടെത്തി എന്ന് തന്നെയാണ്. ഈ അപകടത്തെ കുറിച്ചുള്ള അമേരിക്കൻ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്വേഷണം പൂർത്തിയായി. അന്വേഷണം അവർ അമേരിക്കൻ ഏവിയേഷൻ സംവിധാനങ്ങൾക്ക് കൈമാറിയിരിക്കുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന നിലയിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ കഴിഞ്ഞ ദിവസം ഇത് പ്രസിദ്ധീകരിച്ചു. എന്തായാലും വാൾ സ്ട്രീറ്റ് ജേർണൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക വിദേശ മാധ്യമങ്ങളെയും ഈ ഒരു അമേരിക്ക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വാർത്തയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 260 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിമാനത്തിന്റെ 2 എഞ്ചിനുകൾ നിലച്ചതാണ് എന്നുള്ളത് തന്നെയാണ്. ഇതോടെ പല വിധത്തിലുള്ള തിയറികൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടത്തിലെ ഒരു പൈലറ്റിന്റെ പിഴവാകാം അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിന് ശരിവെക്കുന്ന തെളിവുകൾ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. വിമാനത്തിലെ എഞ്ചിനുകൾ നിലച്ചതിന് കാരണം എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് നിയന്ത്രിക്കുന്ന എഞ്ചിൻ ഫ്യൂൽ സ്വിച്ച് കട്ട് ഓഫ് ആയതിനാലാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് തെളിയിക്കുന്ന പൈലറ്റുമാരുടെ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും ഈ ഒരു അന്വേഷണ സംഘത്തിന് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിർണായകമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. എന്തിനാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് പൈലറ്റുമാരിൽ ഒരാൾ ചോദിക്കുന്നതിന്റെയും താനല്ല ഓഫ് ചെയ്തതെന്ന് മറ്റൊരാൾ പറയുന്നതിന്റെ ഒരു ശബ്ദരേഖയാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്നാൽ സ്വിച്ചുകൾ ഓഫ് ആയതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ള കാര്യം ഈ ഒരു റിപ്പോർട്ടിലില്ല. 4 കാര്യങ്ങളാണ് അസ്വാഭാവികമായിട്ട് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്ന് വിമാനം പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയി എന്നതാണ്. ഇങ്ങനെ ഓഫ് ചെയ്തതിന് പിന്നാലെ തന്നെ എഞ്ചിനിലേക്കുള്ള ഇന്ധന ഒഴുക്ക് നിലച്ചു. പിന്നാലെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. അബദ്ധത്തിൽ കൈതട്ടിയാൽ സ്വിച്ച് ഓഫ് ആവുകയില്ല. ബോധപൂർവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വിച്ച് എന്ന് തെറ്റിദ്ധരിച്ചോ ഓഫ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ. എന്നാൽ പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരാണ് ഈ ഒരു വിമാനം നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ മറ്റേതെങ്കിലും സ്വിച്ച് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയും വിരളമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.
ഈ വിഷയത്തിൽ 3 സാധ്യതകളാണ് പരിശോധിക്കുന്നത്. അതിലൊന്ന് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ്. മറ്റേതെങ്കിലും സ്വിച്ച് മാറ്റുന്ന സമയത്ത് ഫ്യൂവൽ സ്വിച്ചും കട്ട് ഓഫ് ചെയ്തതാകാം എന്നതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ഇലക്ട്രിക്കൽ സംവിധാനത്തിലുള്ള സാങ്കേതിക തകരാറാകാം ഈ സ്വിച്ചുകൾ ഓഫ് ആകുന്നതിലേക്കുള്ള നയിച്ചത് എന്നാണ് രണ്ടാമത്തെ സാധ്യത. ടേക്ക് ഓഫിന് പിന്നാലെ 2 എഞ്ചിനുകളിലേക്കും ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ആയതിനു പിന്നാലെ ഉടൻ തന്നെ പൈലറ്റുമാർ സ്വിച്ച് ഓൺ ചെയ്തുവെങ്കിലും വിമാനത്തിന്റെ പറക്കൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ തകർന്നു വീഴുകയായിരുന്നു. വിമാനം തകർന്നു വീണ സ്ഥലത്തിന്റെ ഡ്രോൺ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവയുൾപ്പെടെ പരിശോധിച്ചാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ തന്നെ പരമാവധി വേഗതയായ 180 നോട്ട്സ് കൈവരിച്ചു. ഇതിന് പിന്നാലെ വിമാനത്തിലേക്ക് ഇന്ധനം എത്തിക്കുന്ന 2 സ്വിച്ചുകളും ഓഫ് ആകുകയായിരുന്നു. ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന 2 സ്വിച്ചുകളും വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറുകയായിരുന്നു. ഉടൻ തന്നെ സ്വിച്ചുകൾ പഴയ നിലയിലാക്കിയെങ്കിലും ത്രസ്റ്റ് വീണ്ടെടുക്കുന്നതിന് മുൻപ് തന്നെ വിമാനം തകർന്നു വീണു. ഇനി മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ബോയിങ് 787 വിമാനത്തിലെ കോക്പിറ്റ് രൂപകൽപ്പനയിലെ പിഴവുകളുമായിരിക്കാം ഈ ഒരു സ്വിച്ച് ഓഫ് ആകുന്നതിലേക്ക് നയിച്ചേക്കാം എന്നതാണ് വിലയിരുത്തൽ. നിലവിൽ ഈ ഒരു 3 സാധ്യതകളാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കുന്നത്. ആ ഒരു വിമാനത്തിൽ നിന്ന് ഒരാൾ മാത്രമായിരുന്നു വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്.